ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈ പാൻ ചിക്കൻ സ്റ്റീക്ക് സിസ്ലറാണ്. ഇത് മഴവിൽ മനോരമയിലെ ദേശഫ് എന്ന പ്രോഗ്രാമിലെ വിന്നറായ ഷംനിക്കയുടെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഇതിന് വേണ്ടിയായിട്ട് ഫൈനലി ചോപ്ഡ് ഗാർലിക്, പിന്നെ അതേപോലെ തന്നെ ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള ഓണിയൻ, പിന്നെ സ്മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ കുറച്ച് ക്യാബേജ് ലീവ്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ള എന്തായാലും. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി ചോപ്ഡ് ഗാർലിക് ഇടുന്നു. പിന്നെ നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നല്ലൊരു രീതിയിലേക്ക് മാറും. ഈ ടെക്സ്ചറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ സോസ് ആണ്. അതിനായിട്ട് സെയിം സ്റ്റാർട്ടർ കുറേ പോലെയാണ്. ആദ്യം തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറുതായിട്ട് അരിഞ്ഞ സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം. അതായത് അതിനകത്ത് വെള്ളം, കോൺഫ്ലവർ, കുറച്ച് മൈദ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അതെല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെപ്പർ സോസാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ ആഡ് ചെയ്യണം. അപ്പോൾ അതാ പെപ്പർ ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ പെപ്പർ സോസ് ഫിനിഷ്ഡ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റിക്ക്. അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് 1 മണിക്കൂറോളം. പിന്നെ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ബട്ടർ ഒഴിക്കുന്നു. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇടുന്നു. പിന്നെ നമ്മളുടെ ചിക്കൻ സ്റ്റിക്ക് അതിൻ്റെ മേലായിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞ് സൈഡിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുകയാണ്. അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫൈനൽ ആയിട്ട് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യണമെന്ന് കാണാണ്. അതായത് ഒരു ഫ്രൈ പാനിൽ നമ്മുടെ ക്യാബേജ് ലീവ്സ് ഫുൾ നിരത്തി വയ്ക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ സ്റ്റിക്ക് വെച്ചു. നമ്മൾ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് വെച്ചു. നമ്മൾ ആദ്യമേ ഉണ്ടാക്കി ജസ്റ്റ് മാഷ്ഡ് പൊട്ടറ്റോ വെച്ചു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പെപ്പർ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമ്മുടെ പേരെന്തായിരുന്നു? ചിക്കൻ സ്റ്റീക്ക് സിസ്ലർ ആയിരുന്നു അല്ലേ? ഇനി സിസ്ലിങ് വരുത്താം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാബേജ് ലീവ്സിൻ്റെ അടിക്കൂടെ ഇടയ്ക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് സിസ്ലർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.